السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പവിത്രതയുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പകുതിയോളം ആയി പരിശുദ്ധ റമദാൻ നമ്മളിൽ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. അതിനിടയിലായി സമ്പാദിക്കുന്നവർ സമ്പാദിച്ചു, പരാജിതർ പരാജയപ്പെട്ടു. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ നോമ്പിനെ പ്രതിപാദിക്കുന്ന ആയത്തുകൾക്കിടയിൽ ഒരായത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ആയത്തുകൾക്കിടയിൽ ഒരായത്ത് ഫിറ്റ് ചെയ്തത് വളരെ ശ്രദ്ധേയമാണ്. അതേതാണ് ആയത്ത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞ ഒരായത്ത്. പിന്നെ അതിൻ്റെ ശേഷം വരുന്നത് ഉഹില്ല ലക്കും ലൈലത്ത സിയാമി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെയും നോമ്പിനെ സംബന്ധിച്ച് തന്നെ പറയുന്നത്. അപ്പം ആദ്യം നോമ്പ് കൊണ്ടിൻ്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെ ഈ ആയത്താണ് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ മാസത്തിൽ ദുആക്കുള്ള പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാലത്തും എപ്പോഴും റബ്ബിനോട്, നമ്മുടെ സിട്ടാവായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിലെല്ലാം ദുആ ചെയ്താൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ കാരണമാകും, അത് സ്വീകരിക്കപ്പെടാൻ നിമിത്തമാകും. അതിൽപ്പെട്ട പ്രധാന അവസരമാണ് പരിശുദ്ധ റമദാൻ മാസം. റമദാൻ മാസത്തിൽ കൂടുതൽ നമ്മൾ ദുആനെ അധികരിപ്പിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് തങ്ങളോട് ചോദിച്ചാൽ, നബിയോടാ പറയണത്, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് തങ്ങളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അടുത്ത് തന്നെ, സമീപത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞേക്കൂന്നാണ്. എന്നെ വല്ലാതെ ഒച്ചട്ടിട്ട് വിളിക്കൊന്നും വേണ്ട, ഞാൻ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പമുണ്ട്, നമ്മളടുത്തുണ്ട് എന്ന് സ്ഥലം കൊണ്ടടുത്ത് എന്നുള്ള അർത്ഥത്തിനല്ല. എങ്ങനെ വിളിച്ചാലും, രഹസ്യമായി വിളിച്ചാലും അല്ലാഹു തആല കേൾക്കും. അവൻ്റെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചാൽ അവൻ സഹായിക്കും. അവനതെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞേക്കൂ. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. ഫല്യസ്തജീബൂ ലീ, അവർ എന്നോട് ഇജാബത്ത് തേടട്ടെ, ഉത്തരം കിട്ടാൻ തേടട്ടെ. വൽയുമിനൂ ബി, എന്നെക്കൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗികളാകാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു.
ഈ റമദാൻ മാസം ദുആക്ക് വളരെ ഉത്തമമുള്ള പ്രാധാന്യമുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ദഅവത്തുസ്സായിമി ലാ തുറദ്ദു ദഅവത്തുസ്സായിം, നോമ്പുകാരൻ്റെ ദുആ തള്ളപ്പെടുകയില്ല. എപ്പോഴും ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന സമയം, നോമ്പ് തുറക്കുന്നതിന് അല്പം മുമ്പായി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഏതായാലും ബാങ്ക് കേൾക്കാൻ, ബാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് സമയമാകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ മറ്റ് സംഗതികളിലൊന്നും ഏർപ്പെടാതെ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രധാനപ്പെട്ടൊരു സമയമാണ്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ കാര്യമായിട്ട് ചോദിക്കേണ്ടത് മഗ്ഫിറത്തിനെയാണ്. പാപമോചനം ആണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്, പുറത്തു തരാൻ ആവശ്യപ്പെടുക. കാരണം നമ്മൾ പാപികളാണ്. എത്രയോ തെറ്റുകൾ റബ്ബിനെ മറന്നുകൊണ്ട്, റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയവരാണ്. അതിന് ഒരു തൗബയുടെ മനസ്സോടുകൂടെ റബ്ബിൻ്റെ മുമ്പിൽ സങ്കടം പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പാപമോചനത്തെ തേടുക. മഗ്ഫിറത്തിൻ്റെ പത്തിനാണ് നമ്മൾ ഉള്ളത്. മഗ്ഫിറത്തിൻ്റെ പത്ത്, മഗ്ഫിറത്ത് നമുക്ക് ഇങ്ങോട്ട് ഫ്രീ ആയിട്ടുണ്ട് കിട്ടൂല. അതിന് നമ്മൾ എന്ത് വേണം? മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരിപ്പോകണം, അത് തേടിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഉളരണം എന്നാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ മത്സര ഓട്ടം നടത്തണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്. അപ്പം മത്സര ഓട്ടം നടത്തി വളരെ ശ്രമത്തോടു കൂടി നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 നമ്മളിപ്പോൾ നിലകൊള്ളുന്ന 10, മഗ്ഫിറത്തിൻ്റെ 10. അപ്പം റബ്ബിനോട് പാപമോചനത്തെ തേടിക്കൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തൊക്കെ നമ്മളെ കൽബിൻ്റെ അകത്ത് നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളെപ്പറ്റിയുള്ള ഖേദം നമ്മളെ കൽബിൻ്റെ അകത്ത് കൊണ്ടുവരിക. ഇനി അത് ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയവും ചെയ്യുക. അങ്ങനെ തൗബ ചെയ്യുമ്പോഴേ, ആ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴേ ആ ഇസ്തിഗ്ഫാർ ഫലവത്താവുകയുള്ളൂ. അല്ലാതെ റമദാനാണ് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് തെറ്റ് ചെയ്യണം, റമദാനക്ക് ഭേദാനം ചെയ്യണില്ല, ഇനി റമദാനാണ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം എന്നുള്ള മനസ്ഥിതിയോട് കൂടിയാണ്. ചെയ്തു പോയ തെറ്റിനെ പറ്റി ഒരു സങ്കടവും കാര്യമൊന്നും അവനക്കില്ല. ഈ നിലയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് റബ്ബിനെ പരിഹസിക്കുന്നത് പോലെയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് എല്ലാ കാലത്തും, പ്രത്യേകിച്ച് റമദാനിൽ ദുആക്ക് കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന അവസരങ്ങൾ ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി ജൗഫൽ ലൈൽ, പാതിരാ സമയത്താണ്. ദുബുറ സ്വലവാത്തിൽ മക്തൂബ, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ് എന്ന് ഹദീസിൽ കാണാം. രണ്ടും പ്രധാനപ്പെട്ടൊരു സമയമാണ്. പാതിരാ സമയം, അത്താഴം കഴിക്കുന്ന സമയമുണ്ടല്ലോ, അത്താഴത്തിന് നമ്മളെല്ലാവരും ആ സമയത്ത് ഉണർച്ചയിലായിരിക്കും. ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കുറഞ്ഞെങ്കിലും സമയം ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിനോട് കാണാപേക്ഷിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ അത് വളരെ ഖൈറാണ്. ആ സമയത്ത് പ്രത്യേക പരിഗണന നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ 5 വക്ത നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യണം.
എല്ലാ കാലത്തും വേണം. നിസ്കരിച്ച് സലാം വീട്ടിങ്ങാണ്ട് ഓടില്ല. അവിടുന്ന് ദിക്റും തസ്ബീഹും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ലാസ്റ്റ് റബ്ബേ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, അതൊന്ന് നീ സ്വീകരിക്കണമല്ലാ, റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് സ്വീകരിക്കാൻ വേണ്ടി പറയണം. നമ്മളെ പാപമോചനം തേടണം. ഉമ്മാക്കും ബാപ്പാക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ചെറിയ തോതിലുള്ള ദുആയെങ്കിലും നടത്തിയിട്ട് വേണം 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. പ്രധാനപ്പെട്ട സമയങ്ങളാണ് എല്ലാ കാലത്തും. പ്രത്യേകിച്ച് പിന്നെ റമദാൻ്റെ കാര്യം പറയാനില്ലല്ലോ. ഈ സമയത്തെല്ലാം ദുആക്ക് വളരെ ഇജാബത്തുള്ള സമയമാണ്. പിന്നെ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകരം, ഇങ്ങനെ പല സന്ദർഭങ്ങളും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളാണ്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാ, നീ മാഫാക്കണേ അല്ലാ. നീയാണ് ഗഫൂർ റബ്ബേ, നീയാണ് റഹീം അല്ലാ. നീ മാഫാക്കണേ നിൻ്റെ റഹ്മത്ത് കൊണ്ട് റബ്ബേ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ. എന്ത് അസുഖമാണെങ്കിലും നീ സുഖപ്പെടുത്തണേ അല്ലാ. നീയാണ് ഷാഫി അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തൊട്ടവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പലവിധ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്തവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ റമദാനും പരിശുദ്ധ ഖുർആനും ശുപാർശകരായി വന്നു ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന വിഭാഗത്തിൽ റബ്ബേ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും റബ്ബേ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തും തുറക്കണേ അല്ലാ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവർക്കെതിരെ തിരിഞ്ഞ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ റബ്ബേ യുദ്ധഭീഷണിയിലാണുള്ളത് റബ്ബേ. എല്ലാവിധ ഭീഷണികളും നീ നീക്കി റബ്ബേ സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാ. എല്ലാവിധ ആഫത്തുകളെ തൊട്ടും പ്രവാസ ലോകങ്ങളെയും നമ്മുടെ നാടുകളിലും ഒക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ വിഭാഗം ജനങ്ങളെയും കാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.